അല്ലേ പന്ന വിഷമായി പാട്ടിലപ്പെടുത്തേനെ അവളുടെ നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് സിംഗപ്പൂരിൽ നിന്ന് പച്ച എല്ലാവർക്കും നമ്മള് യാത്ര പോവാനുള്ള പ്ലാനിലാണ്. എല്ലാ സെറ്റിങ്സ് എടുത്തിട്ട് വണ്ടി കയറാൻ പോവാണ്. എന്റെ ചെരുപ്പ് എനിക്ക് എടുക്കണം. അപ്പൊ ചേട്ടന്റെ പരിപാടി പോവാ. രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കോലാട്ട ഡോറടച്ച് ഇവിടെ ഒരു പഴയ സിനിമ നടൻ ഇരിക്കുന്നുണ്ട്, തൊപ്പിയൊക്കെ ഇട്ടിട്ട്. ഇതാ അവിടെ ലിഫ്റ്റിക്ക് കേൾക്കണ ഒരാളെ കണ്ട. അത് കഴിക്കാനുള്ള സിപ്പല്ലാട്ടാ. വരച്ചരച്ചിട്ട് ഷേപ്പ് മാറും. എന്റെ തല അവിടെ നാശാക്കി തന്നിട്ടുണ്ട് കേട്ടാ. നല്ല എളിയനാണ്, നല്ല രസമുണ്ട്. കുടിച്ച ആൾക്കാരെ പോലെ അല്ലേ? നന്നായി കൂടെ കുണുക്ക. അപ്പൊ പോവാ. ഡ്രൈവർ എവിടെ? അച്ഛനെവിടെ? എല്ലാം എടുത്തുണ്ട്. കാണിച്ചു അപ്പൊ ഞങ്ങൾ എങ്ങനെ പോണേ വെച്ചാൽ പളനിക്കാട്ടോ. പളനിക്ക് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി അവിടെ എത്താനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എവിടെയും ബ്ലോക്ക് ആവേണ്ട ഞങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചെത്തുമ്പോഴേക്കും ഞങ്ങൾ ചായയും പഴംപൊരി കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ചാണ്ട് പോയിട്ട് ചോറൂണാലോ വിചാരിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ചാണ്ട് ഹൈവേക്കൊക്കെ കടന്നപ്പോൾ നമ്മളൊരു നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറി ചോറൊക്കെ കൊണ്ടു. നമ്മൾ റൂട്ട് വീണ്ടും തിരിച്ചു. അപ്പോൾ ഞങ്ങൾ പളനിക്ക് സാധാരണ പോണ വഴി കൂടെ അല്ല ഇപ്രാവശ്യം പോയത്, വേറെ വഴി കൂടെ. നല്ല ഭംഗിയുണ്ടായത്. നമ്മൾ കാത്തുമ്പോൾ അമ്മേരെ ഒക്കത്ത് കിടന്ന് ഉറങ്ങുക കേട്ടോ. എൻ്റെ അടുത്ത് ഇരുന്ന ആൾക്ക് എപ്പോഴും പാല് വേണം. അപ്പം അമ്മ എടുത്ത് പറഞ്ഞു എപ്പോഴും പാലോട് ശീലിപ്പിക്കാനായിട്ട് അമ്മ തട്ടി ഉറക്കാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ അമ്മ എന്തോ കണ്ടപ്പോൾ വർത്താനൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. നമ്മളിപ്പോൾ ഏകദേശം തമിഴ്നാടൊക്കെ എത്തി തോന്നുന്നു. സ്ഥലം കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതും. നമുക്ക് അവിടേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്തില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പ്ലാനിങ് തിരിച്ച് അവിടെ നേരെ മൂന്നാർക്ക് കിടക്കാച്ചു, കാട് വഴി. അപ്പം ഞങ്ങൾ കാട്ടിൽ കൂടെ അവിടെ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചു, ഒന്നും കണ്ടില്ല. ഹലോ, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ മൂന്നാറാണ് കേട്ടോ. വെറുതെ ഒന്ന് കാണാൻ വന്നതാണ്. മൂന്നാറൊക്കെ അല്ലേ, തണവൊക്കെ അല്ലേ, ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ മൂന്നാറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാണിച്ചു തരാം ഓരോ എന്തേ ഉണക്കാം കണ്ണട കാണട്ടെ വെക്കേ കാണട്ടെ യോയോ പറയട്ടെ. ഓടിണ്ട് പ്ലീസ് പ്ലീസ്. ഏതാണ് വെള്ള ഫ്രെയിം? ഇതാ വെള്ള ഫ്രെയിം. ആ അതവന് വലുതാവും. അപ്പൊ ഇവിടെ ഗംഭീര കണ്ണട നോക്കലാണ് കേട്ടോ. എന്താവും എന്തോ നമുക്ക് കണ്ടറിയാം. ഞാൻ ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. നമുക്ക് ഇവിടെയൊക്കെ കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയായിരുന്നാണ് ഈ ഒരിത്. അപ്പൊ പർച്ചേസിങ് ആരംഭിച്ചാലോ? കേറിക്കോ. ഫസ്റ്റ് വാങ്ങണ്ട എന്താ അറിയോ? ഈ മണി കാത്തൂനല്ല, നമ്മുടെ ഫ്ലാറ്റിന്റെ ഇടാനായിട്ട്. നല്ല ഒച്ചള ഏതാ നോക്കിട്ട് എടുക്കല്. കാത്തു ഫുള്ള് നോക്കുന്നുണ്ട് എന്താ എടുക്കണ്ടേ എന്നുള്ളത്. അങ്ങനത്തെ ഒന്നും വേണ്ട, മണി എടുക്ക്. മണിയാ രസം. ഏതാ വേണ്ട? അതാ വേണ്ടത്? പച്ച പോരെ, ഈ പച്ച. ആ അപ്പൊ അത് കളർ മാറിയ പോലത്തെ അതവിടെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതൊന്ന് ഊരിക്കോ പൊന്നാ. അപ്പൊ അവള് ആ പണി നോക്കണ്ട കേട്ടാ. ഏതാ ചേട്ടാ? എത്ര? ആ 2500. ആ 2500. കറണ്ട് പോയോ? ഓക്കെ, അത് വർക്കിംഗ് ആണ് കേട്ടാ. ആ അതൊന്നും എടുക്കണ്ട. ഒറിജിനല്ല, വർക്കിംഗ് ആണ്. അല്ല ആ ഫോൺ വർക്കിംഗ് താനേ? വർക്കിംഗ് ആണോ? പണ്ടത്തെ നൊസ്റ്റാൾജിയ. ആ കാത്തൂനൊരു കളിപ്പാട്ടം വാങ്ങിയ ആദ്യം. അവള് കൊറേ നേരമായി നോക്കണു ഓരോന്ന്. അതൊന്ന് അങ്ങനെ എടുക്കല്ലേ കേട്ടോ കുണുക്ക. കാത്തൂന് ഇഷ്ടമായത് ഒന്ന് അത്, ഒന്നല്ലേ മറ്റേ സാധനം എടുക്ക. ഇത് പൊന്ന അതന്നെ. കാത്തുമ്മ ഇഷ്ടായോ? ഇത് മതിരേ. ആ അത് അവിടെ വെച്ചാ ഒരു മിനിറ്റ്. മഞ്ഞ ഏതാ? മഞ്ഞ. അത് ചെറുകിണ്ണല് ഉണ്ണിയാലും കുഴപ്പമൊന്നും. വിഷമായി പാട്ടിലപ്പെടുത്തേന അവളുടെ. എന്റെ കുട്ടിക്കുള്ള സാധനാട്ടത്. ഇവിടെ ഒരാള് മാഗി തീറ്റയാണ്. ഞങ്ങള് കാണാല്ലോ നോക്കി വരുമ്പോ ഇവിടെ ഫുള്ള് ഫുഡടിയാ. കുട്ടി മഹർഷിയാണല്ലോ. നിന്റെ അടുത്ത് തന്നെയല്ലേ ചോദിച്ച വണ്ടി വേണോ വേണോന്ന്. അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. ഇവളടുത്ത് കൊണ്ടുപോയെന്നാ? ആ ഒന്നുമില്ല. ഇവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാണ്. പണ്ടത്തെ വണ്ടിയായിരുന്നു കേട്ടാ. നിങ്ങൾ വരുന്നില്ലേ? കുഞ്ഞനെവിടെ?
തമ്പ്രോ ഇറങ്ങുവോ? ഇതൊന്നും ഇറങ്ങണില്ല കേട്ടാ. നിങ്ങളൊക്കെ മൂന്നാർ കാണാൻ തന്നെ വന്നവരാണോ? കുണുക്കനാട്ടാ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അവ ഫുൾ ടൈം ഏകദേശം കണ്ടിട്ടുണ്ട് അല്ലേ? ആ ഇന്നലെ കൊറച്ചുറങ്ങിണ്ട്. ആ മാഗി കൊടുക്കണ്ടെന്നാ അല്ലേ പെണ്ണെ? എന്റെ കുട്ടിയുടെ മുഖത്ത് കൊതു അടിച്ചിട്ടുണ്ട. വൃത്തിയായിട്ട കൊതുവാ. അതിനെ തല്ലിക്കൊല്ലണം. കിട്ടിയില്ല ഞങ്ങളുടെ കഴിയില്. എല്ലാ കാലത്തും പൊട്ടിച്ച കാശ് കൊണ്ട് വരും. ഇവിടെ ഒരാള് വളം നോക്കണ്ട് കേട്ടാ. കാണിച്ച കാണിക്ക് രസണ്ട്. അത് ഫസ്റ്റ് കിടക്കണ വലിപ്പം കൂടുതലാണോ? ഇത് ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. സിംഗപ്പൂരിൽ നിന്ന് തന്നെ കൊച്ച കാത്തൂന് നോക്കിയേ. കാത്തൂന് ആരെ മനസ്സിലായില്ല. കുണുക്കോ നീ വെക്കില്ലേ? ആ തിരിച്ച് എന്റെ പെണ്ണെ അമ്മി പൊന്നൂനെ സൂപ്പർ ആദ്യാനുരാഗത്തിൻ ആതിരപ്പൊയ്കയിൽ ആവണിത്തന്നലായവരലഞ്ഞു. അവരുടെ സ്നേഹം മോഹന സന്ധ്യയിൽ മോഹസിന്ദൂരം ചാർത്തി നിന്നു. രാസയാമങ്ങൾ തൻ സാന്ദ്ര നിമിഷങ്ങളിൽ സരരാഗലരാവിൻ സ്വയംവരമാ. ഒന്നിറങ്ങിട്ടാ ലെവന ഒട്ടും പ്രതീക്ഷിക്കാത്ത അടിപൊളിയായില്ലേ? ഹാപ്പി? അതൊക്കെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അവള് കുറെ നേരത്തെ എഴുന്നേറ്റ. അതിന്റെ ചെറിയ ശീലക്കേടൊക്കെ ഉണ്ട്. അവളുടെ കുണിക്ക് ഛർദിക്കുമ്പോ എഴുന്നേക്കും, പിന്നെ വീണ്ടും ഒന്ന് ഇറങ്ങും, വീണ്ടും എഴുന്നേക്കും. അങ്ങനെ കാരണം അവൾ ഉറക്കം ശരിയായിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ഉറക്കം കൂടുതലായിരിക്കും. അവർക്ക് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫ്രീ ആയിട്ടായിരിക്കും കിടന്നുറങ്ങണം. നല്ല തണവക്കില്ല കാലാവസ്ഥ, വെയിലൊക്കെ എന്നുവെച്ചാൽ മഴയില്ല. മഴയൊക്കെ ഉണ്ടാവുന്ന പേടിച്ചു. രാവിലെ നല്ല മഞ്ഞായിരുന്നു. നല്ല മഞ്ഞാണ്. നിങ്ങളൊക്കെ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അവനിപ്പോ വർക്കിന് പോകുമ്പോ രാത്രി ഒരു ദിവസം ഏകദേശം ഒരു വൈകുന്നേരം വരെ ഉറങ്ങാതെ ഇരുന്നിരുന്ന ഒരു ശീലം വന്നു. അതെന്താ വെച്ചാൽ ഞാൻ ഉറങ്ങണ നല്ല രീതിയിൽ ഉറങ്ങി തീർക്കും ചെയ്യും. പിന്നെ ഉറങ്ങിയില്ലെങ്കിൽ അങ്ങനെ പോകും. അതാണ് ഇപ്പത്തെ എന്റെ അവസ്ഥ. അപ്പൊ മൂന്നാല് ഇഷ്ടായ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കയറ്റും അല്ല പറഞ്ഞ ഓരോന്നായിട്ട്. അപ്പൊ അങ്ങനെ നല്ലൊരു ആംബിയൻസ് നോക്കിയിട്ട് നിർത്തിയതാട്ടാ. അവർക്ക് വാഷ്റൂമിലേക്ക് പോകണം. അപ്പോൾ ഒന്ന് നിർത്തി. ഇവിടെ തന്നെയായിരുന്നു ഞങ്ങൾ മാക്സിമം നിർത്താറുള്ളത് അല്ല പറഞ്ഞ. നമ്മുടെ ചെക്കൻ്റെ കോലം കണ്ട ചള്ളി പിടിച്ച് പാടി പറഞ്ഞ ചള്ളി പിടിച്ച്. ഇനിയൊന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് സർവീസിന് കൊടുക്കാനായിട്ട് നമ്മുടെ വഴിക്കാട്ടെ. അപ്പൊ നമ്മുടെ ചെക്കനെ കാണിക്കുന്നത്. അപ്പൊ പിന്നെ കണ്ണടക്കുമ്പോഴുള്ള പാമ്പേഴ്സ് മാറ്റി ഇടിച്ച് അപ്പൊ ആൾക്ക് അവൾക്ക് പാൻറ്റൊക്കെ ഇടുമ്പോൾ ദേഷ്യം വരും. മുടിയൊക്കെ ഇട്ടിട്ട് കുഞ്ഞുകുരുമ്പി. ഹലോ പൊന്നോ, എവിടെ കാണാനില്ലല്ലോ? പൊന്നുവിന് ഇപ്പുറത്തെ കാണിച്ചിട്ടോ. പൊന്നു ഇവിടെ ഇതാ, കുഞ്ഞന അവിടെ. കുഞ്ഞാരോ അതിന്റെ ഇടയിൽ വന്നിരിക്കുന്നു. ആരാണ് ആ മുഖം? ഒന്ന് പൊന്ന ആ മുഖത്തിന്റെ ഉടമ ആരാ?
പോയി. ഏതോ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ, കാണിച്ചു തരാൻ പറ്റിയില്ല. അവര് പോയി. പണ്ടാറ ഈച്ച കയറിയുണ്ട്. ഇതിപ്പോ ഞങ്ങള് തിരിച്ചു പോവാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ടാ 30 കിലോമീറ്റർ ഇറങ്ങി. എന്നിട്ട് വീണ്ടും ഇവർക്ക് തേയിലത്തോട്ടത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീണ്ടും തിരിച്ചു കയറി. അപ്പൊ കേസ് പറയാലോ, ഇവരാരും ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാലോ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇവരൊരാളും മിണ്ടില്ല. അപ്പൊ ഞാൻ ഇച്ചിരി പോവാന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി. അപ്പൊ ഇവർക്ക് പൂതി ഇറങ്ങി. ഒരാൾക്ക് ആനേനെ കാണണം, ആനേനെ കാണുന്ന ആളെവിടെ തലപൊന്തിച്ച്, ഇയാൾക്ക് ആനേനെ കാണണം, ഇവക്ക് തേയിലത്തോട്ടം കാണണം. അമ്മയ്ക്കും അച്ഛനും തേയിലത്തോട്ടം. അല്ല, അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, അച്ഛന് വയ്യാതെയായിട്ടാ. അപ്പൊ പണ്ടാറയിച്ച ഈച്ചനെ പുറത്തേക്ക് തട്ടേട്ടാ. അപ്പൊ തിരിച്ചു കയറി. അപ്പൊ ഇപ്പൊ ഒരു മാഗി കഴിക്കാൻ, മൂന്നാർ എത്തിയ മാഗി മസ്റ്റാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയില്ല, അതിന് നമ്മൾ നിന്നിട്ടില്ല, അതിന് മുന്നേ നമ്മൾ തെറിച്ചു. അപ്പൊ മാഗിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടാ. ഇനി അങ്ങനെ പറഞ്ഞോട്ടാ. ആ ഗ്ലാസ് തുറന്നിട്ട് വെറുതെ ലീച്ച കാരണേ, ആ എല്ലാ ഗ്ലാസും തുറന്നിട്ട് അപ്പൊ നമുക്ക് തുറന്നാ മതിയല്ലോ. അപ്പൊ നമ്മള് മാഗി കഴിക്കാൻ നിർത്തി കൊടുക്കാണ് കേട്ടാ. ഞാൻ അച്ഛനമ്മേനും കാണിച്ചു തരാം. അവിടെ ഇരുന്നിട്ട് ഫുൾ പോളിങ്, അവിടുന്ന് ഓരോന്നിടത്ത് കഴിക്കുക, ചായ കുടിക്കുന്നുണ്ട്. ഇവിടെ വണ്ടിയില് 3 പട്ടിണിപ്പാവങ്ങളുള്ള കാര്യം ഇവര് മറന്നു തോന്നണു. അവര് ഗംഭീര ചർച്ചയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇനി വരട്ടെ. ചക്കമ്മ ഇവിടെ സൈഡായിട്ട്, ചക്കമ്മ 2 വട്ടം വാള് വെച്ചു. നെയ്റോസ്റ്റ് കഴിച്ചുട്ടോ, അത് നെയ്യ് ഭയങ്കരമായിരുന്നു, അത് പിടിച്ചില്ല, അതെന്റെയാണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ നമുക്കിനി വഴി കാണിച്ചു തരാട്ടോ, എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. ഞാനൊന്ന് നേരെ ഇരുന്നതൊന്ന് സീറ്റൊക്കെ ചായച്ചിട്ട്, കാരണം എനിക്ക് നടുവേദന തുടങ്ങി. പിരിഞ്ഞിരിപ്പറിയും, ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഉറക്കം അങ്ങനത്തെ ഇത് വന്നില്ല. കാരണം ഇനി ഇതൊക്കെ താറ്റായിരുന്നു. ബായ് 2 കുട്ടികളാണ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെയാണ്. മാഗി വാങ്ങാൻ പോയ ആൾക്കാർ ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല കേട്ടാ. അവിടുത്തെ ചേച്ചീനായിട്ട് കത്തി വെച്ച് കൊല്ലുന്നുണ്ട് തോന്നുന്നു അമ്മ. അച്ഛനെന്തോ കാര്യമായിട്ട് നോക്കണുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കുണിക്കുക കാത്തു കുണിക്കിന് ചവിട്ടിക്കൊണ്ടിരിക്കട്ടെ. അപ്പം നമുക്ക് മാഗി വന്നിട്ട് കാണാം. കുഞ്ഞവിടെ എന്തോ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ, തല മാത്രം പൊതുണ്ട്. ആ ഫോണിൽ കളിയാണ്. ഇവർക്കൊക്കെ എന്ത് പറ്റി, ചിലയിടത്തൊക്കെ ചാരും, ചിലയിടത്തൊക്കെ പോകാം. നമുക്ക് പോവാം. അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ, മാഗി വാങ്ങാൻ വന്നൊരു ഇവിടെ നിന്ന് ചായ കുടിച്ച് സൊറ പറഞ്ഞിരിക്കാണ് കേട്ടാ. അതാ ഞങ്ങൾ ഇറങ്ങിയതാ. അതാ ഞങ്ങക്ക് മനസ്സിലായി. ഇതാ ഫ്രീക്ക് പെണ്ണ് എന്നോട് കൂടെ പോരടി പെണ്ണ്. യാരിത്? നാന്താ നാഗവല്ലി നോക്കുന്ന. അതാ അടുത്ത ആള്. കണ്ണട എവിടെ? അമ്മ അവള് പാന്റ് ഇടാൻ മറന്നു കൊടുക്കാണ് കേട്ടാ. പിന്നെ ഇതാ ഇവിടെ 2 ആൾ കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കിനി ചേച്ചി എന്തായി ഫുഡ് വിശക്കണോ? അപ്പൊ പിന്നെ അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. അപ്പൊ ഇവിടെ മാഗി എത്തിയിട്ടുള്ള തീറ്റയാണ് കേട്ടാ. മത്സരാണ്, ആരാണ് ഫസ്റ്റ് തീർക്കാന്നുള്ളത്. എടീ കാത്തു നോക്കുന്നുണ്ട്. ഓ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടാ. 2 കണ്ണും വയ്യാത്തവളാണ്, വല്ലതും തരണേ അമ്മ. ഇത് ചേച്ചിയെ ഇവിടെ സൈഡിൽ ഇരുത്താൻ പറ്റുമോ? ഒരു തോർത്തുമുണ്ട് തിരിച്ചു വരുമ്പോ എടുക്കാം. വരുമ്പത്തേക്ക് സെറ്റാവും. നല്ല പെപ്സി ആയാലോ? എനിക്ക് വേണ്ട, സോറി. എന്റെ ട്രോള എന്നെ ഇല്ല മോളെ, നടക്കില്ല ഈ വേണ്ടാന്ന്. കുടുക്കി വെച്ചു കൊടുക്കും. അമ്മ വെച്ചേ കണ്ടേ. ഓക്കെ, അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കും. അപ്പൊ ഞങ്ങള് ഇവിടെ
കൊറേ കാലത്തിന് ശേഷമാണ് കേട്ടാ ഇവിടേക്ക് എത്തണേ. ഞാൻ പറയാൻ വന്ന കേസ അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ ഫുള്ള്. 3.5 വർഷത്തിന് ശേഷം ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞ ഒരു പീസായി. കുഞ്ഞിപ്പെണ്ണുണ്ട് ഞങ്ങളുടെ കൂടെ. കുഞ്ഞിപ്പന്നെ ഡ്രസ്സ് മാറ്റിയാൽ നോക്കിയിട്ട് അവള് ഭയങ്കര വാശാലും മാറ്റാൻ സമ്മതിക്കില്ല. പാൻറ് ഇടാൻ സമ്മതിക്കില്ല. അവള് വാശാലമ്പ് ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് അവളെ തൊട്ടില്ല. അവൾ അങ്ങനെ ഇരുന്നോട്ട് വെച്ചു തൊട്ടലമ്പാന്ന് പ്രശ്നക്കാരിയാണ്. അപ്പൊ അപ്പൊ ഞങ്ങള് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ വിശേഷം കാണിച്ചത്. ഉടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ ഇനിയും നിന്നുള്ളം നോവല്ലേ. അപ്പൊ ഇവിടെ നടക്കാട്ടോ. വെയിലുണ്ട്. എന്റെ കൂടെ കാത്തിന് ദേഷ്യമുണ്ട്. നല്ല ദേഷ്യം വരുന്നുണ്ട് അവൾക്ക്. അതായത് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ശീലില്ല. ആൾക്ക് ഇഷ്ടാണ്. പക്ഷെ ഇപ്പൊ വിശക്കുന്നുണ്ട്. ആൾക്ക് വിശക്കുണ്ട്. പിന്നെ ഉറക്കം ശരിയല്ല. അപ്പൊ ആര് പ്രാന്ത്. പിന്നെ ആൾക്ക് പാല് കുടിക്കുമ്പോ അവളുടെ ഇഷ്ടത്തിന് കേട്ടെന്നും എല്ലാം കറക്റ്റായിട്ട് കിട്ടണം. ഇതിപ്പോ നമ്മള് ഗ്ലാസ് കൊടുക്കുക. പാന്റ് ഇടാൻ പാടില്ലുണ്ട്. പാമ്പേഴ്സ് കാണിച്ചിട്ടാണ് മൂന്നാറ് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ നടക്കട്ടെ ഏട്ടാ. നല്ല ലൊക്കേഷൻ ആട്ടാ. കാരണം ഇപ്പൊ ഇതാണ് ആംബിയൻസ് മക്കളെ. നോക്കിയേ അടിപൊളിയാണ്. കാരണം തിരിച്ചു വന്നിടത്തുനിന്ന് പിന്നെ പ്ലാൻ ഇട്ട് ആരെയും ബിപിൻ ചേട്ടനെ വിളിച്ചു. നമ്മളെല്ലാം ചേട്ടനെ വിളിച്ച് ചേട്ടൻ അടക്കി സ്ഥലം പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ വന്നു. പക്ഷെ അതാണ് ഉണ്ടായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രണയിക്കുന്ന ടൈമിൽ വന്ന് ഇവിടെ നടക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. കയ്യും പിടിച്ച് നടക്കുന്നു. ഇന്നിപ്പോ മൂന്നാളും കൂടിട്ട് എന്താ ലൊക്കേഷൻ നോക്കി. പക്കാ സ്ഥലാട്ടാ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്ന ഒരു ട്രിപ്പൊക്കെ അടിച്ച് അല്ലേ വന്ന കഴിയോ അത്തമ്മയും കൂടി ഇതും ഇരുന്നിട്ടാ തോന്നുന്നു. അതെ ഇതല്ല മഞ്ഞയുടെ മുള്ള ഇതും ഇരുന്നിട്ടുള്ള റീലുണ്ട്. ഇങ്ങനെ വായിച്ച് നടക്കുന്ന റീലുണ്ട്. ഓർക്കം വേണ്ടി കാത്തുവിന് ഒക്കെ വേണ്ടിട്ട. അതാണിപ്പൊ ഒന്നുകൂടി അവൾക്ക് ബുദ്ധിമുട്ടായത്. ഓർക്കം നന്നായിട്ട് വന്നു. നീ കളഭമാടുന്ന നേരം ആ പരിമളം നന്ദമെൻ ഹൃദയം തഴുകി അഴകി. സമയമേ നീയൊഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ. അകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതിനെ ഒരു പിറവി വരെ. ആടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. ആരു പറഞ്ഞു ഞാൻ കണ്ടതുരാക്കരമാണെന്നാരു പറഞ്ഞു. അതെ അപ്പൊ ഇന്നത്തെ പണിക്കാര് റെഡി ആയിണ്ട്. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്. ഇത് ഏത് കളർ മഞ്ഞ അറിയോ? അല്ല ഇതാ ഭംഗി തെറിച്ചിക്കണം.
നോക്ക് അയ്യോ അടിച്ച് അത് പൊന്തിക്കണ്ട പിന്നെ എങ്ങാനും മസിൽ പിടിച്ചതിന്റെ കൊണ്ടോണ്ടി വരും അച്ഛൻ വേണം ഫ്രീക്കനായ കസ്തൂരി മണക്കുന്നല്ലോ ആ ചെവിട്ടിന്റെ പാക്കൊന്ന് മാറ്റ് ആ ചായക്ക് എത്തണില്ല ഇൻഗുലാബ് സിന്ദാബാ അരിവാച്ചിട്ട് ഇനി അച്ഛ തൊപ്പിയൂരിട്ട് ഫ്രീക്കാൻ പോട്ടെ ഇനി കച്ച മുറുക്കി കൊടുക്ക് കെട്ടി കൊടുക്ക് മറ്റേ നാടകത്തില് അപ്പൊ അതെന്താന്നാ അതെന്താ പീസറാ ആ അങ്ങനെ വേണം ആരും നിർബന്ധിക്കും പിന്നെ പൊളിയല്ലേ അതെ അമ്മ അപ്പുറത്തേക്ക് എത്തിയാ മതി കാലിന്റെ താഴത്തേക്ക് വേണ്ട അപ്പൊ പാന്റാന്ന് വിചാരിച്ചോളൂ അവസാനം വേറൊരു ബില്ലും കൂടി തരും തേയില നശിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ഞങ്ങള് പറയും ഞാൻ പറയും അമ്മ പൊട്ടിച്ചാ അത് അങ്ങോട്ട് പൊട്ടിക്കച്ച ഒരു ഉഷാറാവട്ടെ എന്താ ഫേസ് ടു ഫേസ് ചിരി വരട്ടെ സ്മൈൽ ഇസ്മായില് പോരട്ടെ ഉള്ളിന്ന് പോരട്ടെ നിങ്ങള് ആ ഇല പറിക്കണ പോലെ ചാള അയില ഫിലോപ്പി ആ തലയില് പൊന്തട്ടാണ്ട് അതിന്റെ ഉള്ളിക്ക് വീഴണ്ട ചൂണ്ടിക്കാണിക്ക് മല കാക്ക പോണു അത് വേറെന്തോണല്ലോ പറഞ്ഞേ കാക്കാന്നല്ല വേറെന്തോ ഒരു അക്ഷരാണ് അവിടെ മാറിപ്പോയ ഒരു സംശയം ഉണ്ട് എനിക്ക് അക്ഷരങ്ങൾ മാറിയാൽ വ്യാകരണം മാറും വ്യാകരണം മാറിയാൽ അർത്ഥം മാറും രണ്ടെണ്ണത്തിനും കൊട്ട കയറ്റിയിരുത്ത എനിക്കെന്താ ഞാൻ പിടിക്കില്ല ഇതൊക്കെ പൊന്തിച്ചു പിടിച്ച ആരാ അക്ക കൊഞ്ചം വഴി വിടുങ്ക സന്തോഷായി നീയുണ്ട് പേടിക്കണ്ട കണ്ണടക്ക് ഊരിക്കോ അങ്ങനെയല്ല പൊതയ്ക്കാനുള്ള തുണിയായി അമ്മ പൊതച്ചു ഇനി തണുക്കില്ല ശരിക്കും കുണുക്ക വെറുതെ ചെല്ലി ചെല്ലി ആ ഇത് ഫ്ലൂറസെന്റ് കുണുക്കല് പറ്റിയ സാധനം അത് ആൺകുട്ടിയാട്ടാ ആൺകുട്ടിയാ അത് എനിക്ക് തോന്നി ചേട്ട കെട്ടുമ്പോ പെൺകുട്ടിയല്ല ആൺകുട്ടിയാ സാധനം താഴ്ത്തി തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നാമ്പുറം കാണിച്ചെന്ന് പറഞ്ഞ എങ്ങനെയാ പിള്ളേച്ച കേസെടുക്ക ഓയ് പറക്കും തളിക ഇത് മനുഷ്യനെ കറക്കും തളി ആയിട്ടില്ല മറ്റേ അല്ല മറ്റേ പാട്ട് എന്തായിരുന്നു ഒരു നാടോടി എടുത്ത പാട്ടുണ്ടല്ലോ അതല്ലെന്നാ ആ കൈ പോയി അടുത്ത്
എന്താ കുണിക്കയുടെ കൊട്ടക്ക് ഇത്തിരി വെയിറ്റ് കൂടുതലാണോ? ചെറിയ ദേവം നരസിംഹം കുണിക്ക അങ്ങോട്ട് കൊട്ട പിടിക്കാറുണ്ട്. കുണിക്കൊരു തലയിൽ ഇങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞു കേട്ടോ. അതായിട്ട് ഇൻഗുലാബ് സിന്ദാബാ, തൊഴിലാളി ഐക്യം സിന്ദാബാ. ഹലോ അപ്പൊ നമ്മളെ എന്താ കോല അച്ഛനാരത് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഒരു പൈനാപ്പിളും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിട്ടിരിക്കുക. അവിടെ കാത്തു ഗംഭീര കുണിക്ക് ഛർദിയാണ്. അവൾക്ക് ഇന്നലത്തെ മസാല ദോശ തീരെ പറ്റിയില്ല. നെയ്റോസ്റ്റ് കുണുക്ക കുണുക്ക വിളിച്ചെന്തിനാ അറിയില്ലേ? ഉണ്ട് ഉണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നാ. പൈനാപ്പിൾ കിട്ടിയിട്ടാ. പൈനാപ്പിള് പണ്ടത്തെ പോലെ ഒന്നല്ല, വികലാംഗ പെൻഷൻ അർഹനായതാ. നല്ല ചെറുതായി. ഞാൻ വീഡിയോ എടുക്കണ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അത് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. അവരുടെ സ്നേഹം മോഹന സന്ധ്യയിൽ മോഹസിന്ദൂരം ചാർത്തി നിന്നു രാസയാമങ്ങൾ തൻ. കുഞ്ഞാനേനെ കാണുന്നുണ്ടോ എന്താണ്? പക്ഷെ കുഞ്ഞിനെ ആനേനെ കാണാൻ പറ്റിയില്ല. ആനത് ഇപ്പൊ അവിടുന്ന് കുളിച്ചു പോയുള്ളൂ അത്ര. ആൾക്കാരുടെ ഇവിടെ തന്നെ അത് നമ്മള് പോണ വഴിയല്ല. അത് ആൾക്കാർ അങ്ങോട്ടൊക്കെ ഇറങ്ങുമോ? അല്ല ഞാൻ സംശയം ചോദിക്കട്ടെ. അപ്പൊ ഈ ആന എവിടേക്ക് വന്നിട്ട് പോവാ? ഇവിടെ നിക്ക എവിടെ കൊറേ ആന ഉണ്ടാവോ?